ഹലോ ഗൈസ്, ഹൗ ആർ യു ഗൈസ്? ഇപ്പൊ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു ഗെയിമാണ് പബ്ജി. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ എത്രത്തോളം ഫാൻസ് ആണ് പബ്ജിക്ക് ഉള്ളത്. എനിക്കുണ്ട് ഒരുപാട് കൂട്ടുകാർ 24 മണിക്കൂറും പബ്ജി ആയിരിക്കും. പബ്ജിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫാൻ ബേസ് തന്നെയുണ്ട്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ടിക്ടോക്ക് ബാൻ ചെയ്തപ്പോൾ ടിക്ടോക്കിലുള്ള ആൾക്കാർ മൊത്തം വേറെ ആപ്ലിക്കേഷനിലേക്ക് പോയി. ടിക്ടോക്ക് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വേണമെങ്കിൽ അവർക്ക് പല രീതിയിലും ടിക്ടോക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ പബ്ജി ബാൻ ചെയ്തപ്പോൾ വേറൊരു ആപ്ലിക്കേഷനിൽ ഇവന്മാർ പോയിട്ടില്ല. അതേപോലെ തന്നെ പബ്ജി ഇവന്മാർ പിന്നെയും കളിക്കാൻ തുടങ്ങി. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പബ്ജിയുടെ ഒരു ഫാൻ ബേസ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന പബ്ജിയിലെ കുറച്ച് ഫണ്ണി മൊമെന്റ്സ് ആണ്. സിംഗിളായ ചങ്ക് ഒരു സമാധാനത്തിന് വേണ്ടിയായിരുന്നു പബ്ജി കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു പ്രത്യേക നിമിഷത്തിൽ അവന്റെ ഗൺ പോയിന്റ് ഒന്ന് പതറി. ഡേയ്, ഷൂട്ട് ചെയ്യടാ മാൻ, ഷൂട്ട് ചെയ്യടാ. എടാ, നോക്കി നിന്ന് സമയം കളയല്ലേ. അവൻ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്തോന്നാടേ പബ്ജിയിൽ ഒരു റൊമാൻസോ? കോഴി എവിടെയും കോഴി തന്നെ. ഇതൊക്കെ പബ്ജി നടക്കുന്നുണ്ടോ? ഇവിടെ ഒരുത്തൻ വളരെ ഡിഫറെന്റ് ആയിട്ട് ബോംബെറിഞ്ഞ് വേറൊരു സ്കില്ലാണ് കാണിക്കാൻ പോണ. ബോംബെറിഞ്ഞു. പക്ഷെ മറ്റേ ഓടി. പൊളി നോ. ശുഭം. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. താൻ എറിഞ്ഞ ബോംബിൽ താൻ തന്നെ ചത്തു. ഇതണ്ടില്ല, ഇവിടെ ഒരു 5 പോയിന്റിന്റെ നല്ല ആമ കണ്ട് ഇങ്ങനെ കൊത്തിച്ച് ഓരോന്ന് പെറുക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് എന്തൊരു സോഫ്. ഇതെന്താ ആമോ ഇല്ലാണ്ടോ? ഓ ആഹാ, എല്ലാരും ഉണ്ടല്ലോ. ചേട്ടന്മാരൊക്കെ എങ്ങോട്ടാ? അതൊരു ട്രാപ്പായിരുന്നു ഗൈസ്, ഒരു ഹണി ട്രാപ്പ്. റൊമാൻസ്, ഫ്രണ്ട്ഷിപ്പ്, ചതി, റിവെഞ്ച് എല്ലാം ഉള്ള ഒരു വേൾഡാണ് പബ്ജി. ഓഫീസിന് വാതിൽ ചവിട്ടി തുറന്ന് മേശപ്പുറത്ത് ചാടിക്കേറി വർമ്മ സാറിന്റെ നെറുകം തലയിലേക്ക് തോക്കും ചൂട്ടിട്ട് 4-5 ഡയലോഗ പടപടയെന്ന് വർമ്മ സാറിനോട് കോരി തരിച്ചു പോയിട്ട് പറഞ്ഞു, നീ തന്നെ നമ്മുടെ പടത്തിലെ ഹീറോ. ഓ ബാഡ്, പൊളി. വർമ്മ സാറിന് വേറെ വഴിയില്ല. എല്ലാത്തിനും കൊല്ലണം. അത് അവിടെ ഒരാൾ. ഓ ഹലോ ചേട്ടാ. ഗയ്സ്, അവൻ ഷൂട്ട് ചെയ്തില്ല. ഡേ, ഷൂട്ട് ചെയ്യട്ടെ. ഓ മൈ ഗോഡ്, കാട്ടുകോഴി. അവൻ അവളെ കണ്ട പിന്നെ അവൻ സ്വയം ബോംബിട്ടു. അവൻ സ്വയം കത്തിച്ചാമ്പലാകുകയാണ്. എന്റെ മോനെ, ത്യാഗി. അതാണെങ്കിൽ വല്ല പൊന്നൂസോ മറ്റായിരിക്കും. ഒരു കോഴിയുടെ ത്യാഗം. എന്തൊരു കോഴിയടാ, നിനക്ക് കൊടുക്കത്തെ തൊലിക്കട്ടിയാ. ഞാൻ നിന്നെ പോലെ മുഴുത്തൊരു കോഴിയെ പഞ്ചായത്തിൽ കണ്ടിട്ടില്ലടാ. ഇവിടെ അടുത്ത പ്രപ്പോസ്. ഇവിടെ പബ്ജിയിൽ പ്രപ്പോസലോ? ഇതെന്താ സംഭവിക്കുന്നത്? അവരൊന്നിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ കുറച്ച് മാത്രമേ പബ്ജി കളിക്കാറുള്ളൂ. പക്ഷെ ഇങ്ങനെയൊക്കെ കണ്ട പിള്ളേർ കളിക്കാതിരിക്കോ? എന്താ സംഭവം? ഇതെന്താ പ്രൈവറ്റ് ബസ്സോ? എത്ര പേരാണ് ഇതില്? വെസ്റ്റ് കിട്ടുന്ന പോലെ എല്ലാം പോണേ. തോക്കില്ലാത്തൊരു പെണ്ണിനെ അവിടെ കണ്ടു. അതിനിപ്പോ എന്താ? അവൻ അവന്റെ പുറകെ ഫോളോ ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബാഹുബലിയിലെ പ്രഭാസിനെ പോലെ. നമ്പാതെ ജീവിതത്തിൽ ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ലെസൺസ് ആണ് നമ്മൾ ഇതിലൂടെ പഠിക്കുന്നത്. എന്നടാ ഉമ്മ കൊടുക്കற? ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഇതും ഉണ്ടോ? നമുക്ക് പേര് എന്തിനാ ഇഷ്ടപ്പെടുക? ഒന്നും
പറഞ്ഞിട്ട് കാര്യമില്ല ഉള്ളേ, നമുക്ക് ഇഷ്ടമായി. മോനവിടെ ഒരു മുണ്ടൊക്കെ മടക്കി കുത്തിയിരുന്ന അപ്പൊ മോന്റെ തോടെ നമ്മള് കണ്ടേ. ഇയാളെയാണ് മോനൊന്നും പറയാനും നിൽക്കൊന്നും വേണ്ട, അല്ലാതെ നമുക്ക് മോനൊരു പ്രശ്നം ഉണ്ടാവില്ല. മോൻ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് വരുമോ? ഇയാള് എന്ത് കഴപ്പാണ്? മനുഷ്യനല്ലേ പുള്ളേ, ഒന്നും നോക്കണ്ട, ഓടിക്കോ. മനുഷ്യനല്ലേ പുള്ളേ. ഓ, കേറണോ വേണ്ടേ? ഒരുത്തനാണെങ്കിൽ കേറണമെന്നുണ്ട്, വേണ്ടെന്നുണ്ട്. എന്ത് ചെയ്യും? ആ, കേറിക്കളയാ. വേണ്ടായിരുന്നു. പ്രൊഫഷണൽ ഡാൻസർ. ഇത് ഇറ്റ്സ് ബെറ്റർ ദാൻ ടിക്ടോക്ക്. ഗയ്സ്, ഇവിടെ ഒരു പെണ്ണ് 2 എനിമീനെ കണ്ടു. ഓ ഓ ആ, പെണ്ണ് ഡാൻസ് കളിച്ച്. അപ്പൊ അവളുടെ ഡാൻസ് കണ്ട് അവന്മാരും കളി തുടങ്ങി. ആ ആ, പൊളി പൊളി. ഓ ഓ എന്നിട്ട് അവൾ അടുത്ത ഡാൻസ്. അവനൊരു പ്രത്യേക സ്റ്റെപ്പ് ഇറക്കാൻ വേണ്ടി തിരിഞ്ഞ സാഹചര്യത്തിൽ ഓ, ആ ഓറഞ്ചിട്ട മിഴിയഴക് നിറയിൻ്റെ അത് കളിച്ചോണ്ടിരുന്നു. 2 പേരുടെ അവസ്ഥ കണ്ടില്ല. ഇപ്പൊ അവളാണ് അത് കളിക്കുന്നത്. ആയിരിക്കരുത്, നമ്മുടെ എതിരാളികളുടെ ആയിരിക്കണം. അവൻ അത്രയ്ക്ക് വലിയ ഗാങ്സ്റ്റർ ആണോ? ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗാങ്സ്റ്റർ. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. മോൺസ്റ്റർ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒറ്റയ്ക്ക് വന്നിട്ട് എന്നെ കാണിക്കാനാ? അപ്പൊ കണ്ടില്ലേ എന്തൊക്കെയാണ് പബ്ജിയിൽ നടക്കുന്നതെന്ന്. വെറും നിസ്സാരം ഒരു ഗെയിം മാത്രമല്ല പബ്ജി, ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. പിന്നെ ഗൈസ്, ഫോറബിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾ എൻ്റെ ലിങ്ക് വഴി തന്നെ കയറുക. എൻ്റെ ലിങ്ക് വഴി കയറുന്നവർക്ക് ഫസ്റ്റ് ഡെപ്പോസിറ്റിൽ 200% വരെ ബോണസ് ഉണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.